ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി കേട്ടോ. എൻ്റെ പേര് ദിൽഷ. ഞാൻ പാലക്കാട്ടുകാരി കേട്ടോ, പാലക്കാട്ടിലെ മുണ്ടൂരുകാരിയാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മിനി വ്ളോഗ്സ്, മീഷോ ഹോൾ വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ വേഗം ഒഴിച്ച് പത്തിരിയും ചിക്കൻ ആട്ടോ വാങ്ങിയിട്ട് വന്നപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട്, തേങ്ങ ഒഴിച്ച് വെക്കാറുണ്ട്. ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കിയത് രാവിലെ തന്നെ പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കി. കുട്ടികൾക്ക് സ്കൂൾ ലീവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കല്ല വൈകുന്നേരം നമ്മൾ പാലക്കാട് ഫെസ്റ്റ് നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഇതുവരെ കാണാൻ പോയിട്ടില്ല. അപ്പോൾ പാലക്കാട് ഫെസ്റ്റ് കാണാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ചിക്കനാണ് വാങ്ങിയിട്ട് വന്ന് ചിക്കൻ വാങ്ങി എന്താ ഉച്ചക്കൽക്കും ആയല്ലോ, കറി വെച്ച് പറഞ്ഞു ഉച്ചക്കൽക്കും കഴിക്കാമല്ലോ, ചോറും ചിക്കൻ കറി ആക്കാനായിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വന്ന് അങ്ങനെ ചിക്കൻ കറി വെച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾ മദ്രസയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ മദ്രസ കഴിഞ്ഞ് വന്നു. അങ്ങനെ എപ്പോഴും മദ്രസ കഴിഞ്ഞ് വരുമ്പോൾ അവനക്കൊരു മിഠായും കൊണ്ട് വരും കേട്ടോ. പിന്നെ പത്തിരിയൊക്കെ ആയപ്പോൾ ഞാൻ പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചു. ഇത് ഉള്ളിയിട്ട് വഴറ്റിയിട്ട് ചെയ്യുക കേട്ടോ, കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമാണ്. അത് ഇഷ്ടമുള്ള ആരം കൊണ്ട് അതും കുറച്ചെടുത്ത് അതും കുറച്ച് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി അങ്ങനെ ഇറങ്ങി. അങ്ങനെ റെഡിയായി ഇറങ്ങിയിട്ട് ആങ്ങളുടെ കുട്ടീനെയും കൂടി കൂട്ടിയിട്ട് പോയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് അവനെയും കൂടി വിളിക്കണം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യം കൂടി വിചാരിച്ചിട്ടുണ്ട്, ഞാനെൻ്റെ ഗ്ലാസ് വെച്ചിട്ട് കുറച്ചായിട്ട്, അപ്പോൾ അതൊന്ന് മാറ്റണം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് നമ്മൾ ഫെസ്റ്റ് കാണാൻ പോയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ അങ്ങനെ ഗ്ലാസ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ വീടെത്തി. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുട്ടീനെ ഒരുക്കി നിർത്തണം വേണ്ടിയിട്ട്. അപ്പോൾ ആങ്ങൾ ഗൾഫിൽ പോയിക്കണം, അവന് ഇവിടെ അല്ല. അപ്പോൾ അതേരം കൊണ്ട് വിളിച്ച് കാണണം. അപ്പോൾ നാത്തൂനെ അവനെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നോക്കണ ഉമ്മല്ല കേട്ടോ, ഉമ്മ നടക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവളുടെ വീട് അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവൾ അവിടെ നിന്ന് വരികയാണ്. അപ്പോൾ അവന് ഉറങ്ങി ഒഴിച്ച് ഒരുക്കി അവനെയും കൊണ്ട് വന്നു. അപ്പോൾ രണ്ടുപേരും കണ്ടതിൻ്റെ സന്തോഷം കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ്. ഒരേ പ്രായമായതുകൊണ്ട് നല്ല സ്നേഹമാണ്. ആകെ 5 മാസം വ്യത്യാസം തന്നെ ഉള്ളൂ കേട്ടോ, എൻ്റെ മകനും ആങ്ങളുടെ കുട്ടിയും കൂടെ. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ ഗ്ലാസ് വാങ്ങാനുള്ള ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ അവർ രണ്ടാളും, ഞാൻ ഓട്ടോ തന്നെ ഇരുന്നു, അവർ പോയി അങ്ങനെ ഗ്ലാസ് മാറ്റിയിട്ട് ഗ്ലാസ് വാങ്ങിയിട്ട് വരാണ്ട് അവരിറങ്ങി. ഞാൻ കുട്ടീനെയും കൊണ്ട് ഓട്ടോ തന്നെ ഇരുന്നു കേട്ടോ, ആങ്ങളുടെ കുട്ടീനെയും കൊണ്ട്. അപ്പോൾ അങ്ങനെ ഗ്ലാസ് അളവെടുത്ത് അങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ അളവിനുള്ള ബോർഡ് നമ്മൾ അതിൻ്റെ ബോർഡും കൊണ്ടോട്ടോ വന്നത്, ഞാൻ അളവ് തെറ്റിപ്പോണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഗ്ലാസ് വാങ്ങാൻ വന്നത് മുതൽ അവനെ ഒരേ കരച്ചിലാട്ടോ എൻ്റെ മോന്. കാരണം അവൻ്റെ അടുത്ത് ഒരു മുട്ടായി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ കയറുന്ന വരെ ഒന്നും ഒരു കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞതും പിന്നെ ഗ്ലാസ് വാങ്ങാൻ പോയപ്പോൾ തുടങ്ങി ഒരേ കരച്ചിലാണ്. പിന്നെ അങ്ങനെ മുട്ടായൊക്കെ വാങ്ങി ഒന്ന് സെറ്റാക്കിയിട്ട് നേരെ പിന്നെ ഞങ്ങൾ ഫെസ്റ്റിലോട്ട് പോയിട്ടാണ് ഫെസ്റ്റ് കാണാൻ വന്നു. സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ കയറിപ്പോയതും തുമ്പി, വണ്ട്, പിന്നെ പുൽച്ചാടി, പൂമ്പാറ്റ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ. പൂവ് ഇതെല്ലാം കൂടിയിട്ട് ഉണ്ടാക്കി വെച്ചതൊക്കെ ആയിരുന്നു. കാണാനൊക്കെ നന്നായിട്ട്. അപ്പോൾ ഇത് പാലക്കാട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പോയോ, നിങ്ങളെ ഫെസ്റ്റ് കാണാൻ പോയോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് കാണുന്നത് ഉള്ളിലുള്ള കാണുന്നതൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അപ്പോൾ ഈ ഫെസ്റ്റ് തീം തന്നെ നയാഗ്ര വെള്ളച്ചാട്ടമാണല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിപ്പോയതും പിന്നെ വെള്ളച്ചാട്ടമാണ് കേട്ടോ. വെള്ളച്ചാട്ടം കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അതും ആ ലേറ്റൊക്കെ ആയപ്പോൾ രാത്രി ആയതുകൊണ്ട് നല്ല കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പക്ഷേ അത് ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അങ്ങനെ അതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് എടുക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോണ് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം കേട്ടോ. മൂപ്പര് ഫോണ് കയ്യിലുണ്ടായിട്ടും കൂടി വീഡിയോ ഫോട്ടോ എടുക്കൽ അപൂർവമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം വല്ലാണ്ട് ഇഷ്ടമല്ല. പിന്നെ അതിനെക്കുറിച്ചൊന്നും ഒരുപാട് അറിയില്ല. പക്ഷേ നമുക്ക് വീഡിയോ ഫോട്ടോ പറഞ്ഞാൽ കുറച്ച് താല്പര്യമുള്ള ആൾക്കാരാണ് ഞാനും എൻ്റെ മക്കളും കേട്ടോ. അപ്പോൾ മുകളിലെടുത്ത് കൊടുത്ത് ഒന്ന് ഫോട്ടോ എടുക്കുക പറഞ്ഞാൽ നോക്കണം, അവൾ നേരെ വീഡിയോ എടുക്കുകയോ ചെയ്തു കേട്ടോ. ഈ ഒട്ടൊക്കെ നോക്കുക അടിപൊളിയായിട്ടുണ്ടല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ. പിന്നെ എന്താ സംഭവത്തിന് പറയുക, അങ്ങനെ കറങ്ങിക്കൊണ്ട് വീഡിയോ എടുക്കണ സാധനം, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബിഗ് ബോസ് സ്പൈക്കുട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്പൈക്കുട്ടൻ ഇങ്ങനെ ഞങ്ങളെ കണ്ട് ചാടി ഇങ്ങനെ അടുത്തേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് മുമ്പത്തെ ബിഗ് ബോസൊക്കെ അടിപൊളിയായിരുന്നില്ലേ കാണാൻ. അപ്പോൾ അതിൽ ഒരു സംഭവം പുതിയതായിട്ടുണ്ടായിരുന്നാണ് ഈ സ്പൈക്കുട്ടൻ. അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി തല്ലി ഇറക്കി ആട്ടി വിട്ടു പോകുന്നത് സ്പൈക്കുട്ടൻ. അപ്പോൾ സ്പൈക്കുട്ടനെ നേരെ പിടിച്ച് അവിടെ കൊണ്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. പിന്നെ വെള്ളച്ചാട്ടം ഇങ്ങനെ കയറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അതിനടുത്ത് പോയി നിൽക്കുമ്പോൾ
ശരിക്കും നമ്മൾ ഒറിജിനൽ വെള്ളച്ചാട്ടത്തിനടുത്ത് പോയി നിന്ന് ഇങ്ങനെ മുഖത്തേക്ക് വീശി വരില്ല, വെള്ളം വരില്ല, അതുപോലെ അങ്ങനെ അടുത്ത് പോയി നിൽക്കുമ്പോൾ വെള്ളം അങ്ങനെ വീശി മുഖത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കണം. ആ വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് വീശി വരുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ എന്താണ്, കുട്ടികളെ രണ്ടാളെയും, ഒരാൾ നിൽക്കുകയും പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ മോളും പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വീഡിയോ എടുക്കണമല്ലോ, അതുകാരം കൊണ്ട് രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടീനെ എടുത്തിട്ട് നടക്കണില്ല വീഡിയോ എടുക്കൽ. അപ്പോൾ അതുകാരം കൊണ്ട് അവർ പിടിച്ചു. പിന്നെ വീഡിയോ എടുക്കൽ അവർ ചെയ്യില്ല പറഞ്ഞത്, അതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് സ്റ്റാളിലോട്ടോ. സ്റ്റാളുകളുണ്ടല്ലോ. അപ്പോൾ അതിലുള്ള ചെറുതിനാണെങ്കിലും വന്ന് മുതൽ വെള്ളച്ചാട്ടം കാണാൻ അത്ര വലിയ താല്പര്യമില്ല. ആൾക്ക് മനസ്സിലാവേണ്ട അവിടെ എന്തോ സംഭവം വേറെ എന്തോ ഉണ്ടെന്ന്. അപ്പോൾ അതിലേക്ക് പോകാനുള്ള ധൃതിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ അധികം അവിടെ വെള്ളത്തിൻ്റെ അവിടെ നിൽക്കാൻ നിന്നില്ല. രണ്ട് മക്കൾ അത്യാവശ്യം അവർ രണ്ട് പെൺകുട്ടികൾ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. ചെറുതാണെങ്കിലോ അതിൻ്റെ മേലേക്ക് കയറാനാണ് നോക്കുക കേട്ടോ. അവൾക്ക് അങ്ങനത്തെ ഒരു വെറിയുണ്ട്, കുറച്ച് ഒതുങ്ങി നിൽക്കില്ല, കുറച്ച് ചെയ്യൽ കൂടുതലാണ്. ഇതാണ് വലിയ ആൾ. പിന്നെ വേറെ രണ്ടാമത്തെ ആൾ, പിന്നെ ചെറുത് ചക്കൻ കേട്ടോ. അങ്ങനെ 3 മക്കളാണുള്ളത്. അപ്പോൾ ഇവിടെ നിറയെ സ്റ്റാളുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇതൊക്കെ സംഭവം വെറുതെ അങ്ങനെ നോക്കിപ്പോയി. പിന്നെ നേരെ അവർക്ക് വേണ്ടത് കഴിക്കാനാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ വെറുതെ ജസ്റ്റ് അങ്ങനെ നോക്കിയിട്ട് നേരെ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പോപ്കോൺ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഐസും വാങ്ങി, ഐസ്ക്രീമൊക്കെ വാങ്ങി. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ കുറേ കാലമായിട്ട് പറയാൻ തുടങ്ങി, രണ്ടാൾ ചെറുപ്പം മുതലേക്ക് പറയാൻ തുടങ്ങിയ സംഭവമാണ് യന്ത്ര ഊഞ്ഞാലിലിരിക്കണം എന്നിട്ടോ. രണ്ടാൾക്കും ഭയങ്കര ആഗ്രഹമാണ് യന്ത്ര ഊഞ്ഞാലിരിക്കുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും അവരുടെ കൂടി ഇരിക്കാമെന്ന്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു. ഇവർക്ക് ഇരിക്കാൻ പറയുന്നത് കൊണ്ട് ഞാനും ശരി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ നിന്നു കേട്ടോ. യന്ത്ര ഊഞ്ഞാലിൽ ഇരിക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയായിട്ട് അവർ വരുന്നത്. ഇക്കാണെങ്കിൽ ഭയങ്കര പേടിയാണത്, അതിൽ കയറിയ പറഞ്ഞാൽ അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഇരുന്നേ തീരുവോ വാപ്പാവാൻ കേട്ടോ മക്കൾ ഇക്കാനെ കൂടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താവും എന്നുള്ളത് കണ്ടു നോക്കൂ. അപ്പോൾ ചെറിയ രണ്ടാളിനെയും വന്നിട്ട് ജീപ്പിലിരുത്തി കേട്ടോ, കറങ്ങണ ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതിലിരിക്കണം എന്നിട്ട് അങ്ങനെ അവരിനെ അതിലിരുത്തി. പക്ഷെ ഒറ്റയ്ക്ക് ഇരുത്താനും പറ്റില്ലല്ലോ, നല്ല ചെറിയ ആൾക്കാരല്ലേ. അപ്പോൾ അവർ രണ്ടാളെയും മടിയിലാട്ടോ ഇരുത്തിയിട്ട്, പിന്നെ കാരണം ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു ഇതായിട്ടില്ലല്ലോ, ഇങ്ങനെ റൗണ്ട് അടിക്കുകയും ചെയ്യല്ലേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ യന്ത്ര ഊഞ്ഞാലിലേക്ക് തന്നെ എത്തി കേട്ടോ. അവർ ഇരിക്കണം പറഞ്ഞത് ഇപ്രാവശ്യം വെറുതെ വിട്ടില്ല, അവർ ഇരിക്കുക തന്നെ ചെയ്തു. ഞാനും ഇരിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നോക്കണ ഇക്കന്നെ ഇടയിൽ കൂടെ പേടിപ്പെടുത്തി പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇരുന്ന് കഴിഞ്ഞിട്ട് വന്ന് വയ്യ പറഞ്ഞാൽ ഞാൻ ഏറ്റിട്ട് പോകില്ല, എനിക്ക് കുട്ടികളെ എടുക്കേണ്ടതാണ്, മോനെ എടുക്കേണ്ടതാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് വയ്യ വേണ്ടിട്ട് കിടക്കാൻ പറ്റില്ല കേട്ടോ പറഞ്ഞാൽ കൊണ്ട് പിന്നെ ഞാൻ ശരി അതിലിരുന്ന് കഴിഞ്ഞ് തലചുറ്റൽ അങ്ങനെയൊക്കെ ഒത്തിരി കുറച്ച് മനസ്സിലൊരിത്തിരി പേടിയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇരിക്കാൻ നിന്നില്ല. അവർ രണ്ടാളും തുള്ളിച്ചാടി പോകണം. അവർ കുറേ കാലമായിട്ട് പറയുന്ന കാര്യമായതുകൊണ്ട് ഇക്കാക്ക് പേടിയില്ലാരും കൊണ്ട് ഇരുത്താണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി വേണ്ടി പിന്നെ ഇപ്രാവശ്യം അവർ നിർബന്ധിച്ച് പോയി. അവർ എന്തായാലും പോകുന്നതിന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ രണ്ടാളും ധൈര്യത്തിൽ അങ്ങനെ കയറാൻ പോയി. അതാ യന്ത്ര ഊഞ്ഞാലിന്ന് കാണുന്നുണ്ട്, ഇങ്ങനെ വിളിക്കേണ്ടവർ വാപ്പ അമ്മ വേണ്ടൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് ഇറങ്ങാൻ റൗണ്ട് അടിച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ തിരിച്ചപ്പോൾ ആൾക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങി വന്ന് പിന്നെ ഒന്നും നിന്നില്ല, നേരെ അങ്ങനെ സമയമായി ഒരു 7:30-8 മണിയൊക്കെ ആവാനായിട്ടോ. പിന്നെ അങ്ങനെ തിരിച്ചിറങ്ങി. അപ്പോൾ നേരെ അങ്ങനെ റോസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ നേരെ റോസ്റ്റും കഴിച്ച് ചെറിയ ആങ്ങളുടെ കുട്ടീനെ പിന്നെ അവിടെ വീട്ടിലും ആക്കിയിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് മുണ്ടൂരിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.